പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഗൂഗിൾ അക്കൗണ്ട്, ആ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ഏതെല്ലാം ഡിവൈസുകളിലാണ് ലോഗിൻ ആക്കിയിട്ടുള്ളത് എന്നുള്ളതും, നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഗൂഗിളിൻ്റെ തന്നെ ഓപ്ഷനാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ ഗൂഗിളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത്. നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ ചെക്ക് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൽ ലോഗിൻ ആയിരിക്കണം നിങ്ങൾ ചെക്ക് ചെയ്യുന്ന ഡിവൈസിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുക്കുന്നത് ഗൂഗിൾ ആപ്ലിക്കേഷൻ തന്നെയാണ്. അതിനുശേഷം നമ്മളുടെ പ്രൊഫൈൽ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുകൾ എല്ലാം തന്നെ കാണാൻ സാധിക്കും, നിങ്ങളുടെ ഡിവൈസിലുള്ളത് എല്ലാം തന്നെ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് താഴെ കാണുന്ന മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ടിൻ്റെ സെറ്റിങ്സ് ഭാഗത്തോട്ട് വരാൻ സാധിക്കുന്നതാണ്. ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റി ഭാഗങ്ങളൊക്കെ വരുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്നതിന് ശേഷവും പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്നുള്ളതിന് ഇടയിലുമായിട്ട് വരുന്നതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യുവർ ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടിരിക്കുന്ന ഡിവൈസുകളുടെ ലിസ്റ്റ് അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാനേജ് ഓൾ ഡിവൈസസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുള്ള എല്ലാ ഡിവൈസുകളുടെയും ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പ്രീവിയസ് ആയിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഈ അക്കൗണ്ട് മറ്റേതെങ്കിലും ഒരു മൊബൈൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഇനാക്ടിവേറ്റ് എന്ന് എഴുതിയതിന് ശേഷം എത്ര ദിവസം മുമ്പാണ് ഇനാക്ടിവേറ്റ് ആയി പോയിരിക്കുന്നത് എന്നുള്ളതും അവിടെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേതെങ്കിലും ആൻഡ്രോയിഡ് ഡിവൈസ് അല്ലാതെ iOS ഡിവൈസിലോ അല്ലെങ്കിൽ വിൻഡോസ് കമ്പ്യൂട്ടർ പോലെയുള്ള ഡിവൈസുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസിൽ ലാസ്റ്റായിട്ട് എപ്പോഴാണ് നമ്മൾ ആ അക്കൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. റീസെൻ്റ്ലി ആക്ടിവിറ്റി എന്നുള്ളതിന് താഴെയായിട്ട് ഇന്ത്യ എന്നുള്ളത് എവിടെയാണ് കണ്ടുവരുന്നത് എന്നുള്ളത് കാണിക്കുന്നതാണ്. ശേഷം കാണിക്കുന്ന അവേഴ്സ് എന്നുള്ളത് എത്ര മണിക്കൂർ മുമ്പാണ് നിങ്ങളുടെ അക്കൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് ടൈമിൽ കാണിക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിവൈസ് സെലക്ട് ചെയ്ത് ആ ഡിവൈസ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡിവൈസിൽ ലൊക്കേഷൻ സെറ്റിങ്സ് ഓൺ ആണ് എന്നുണ്ടെങ്കിൽ ഫൈൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇതേ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഓപ്പോ CPH1725 എന്ന് പറയുന്ന ഡിവൈസ് എവിടെയാണ് എന്നുള്ളത്, അതേപോലെ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന ഡിവൈസ് എവിടെയാണ് എന്നുള്ളതിൻ്റെ ലൊക്കേഷൻ അറിയാനായിട്ട് ഫൈൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ആ ഡിവൈസിൽ നിന്ന് ഈ അക്കൗണ്ട് ലോഗ് ഔട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ സൈൻ ഔട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്തുകൊണ്ട് ആ ഡിവൈസിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അൺനോൺ ആയിട്ടുള്ള മറ്റേതെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ഒരു ഡിവൈസിലൊക്കെ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സൈൻ ഔട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രശ്നമായതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലായി ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇതാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.